എം ടിയുടെ സാഹിത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഇനി ഒരു പാകത്തിലെത്തിയിരിക്കുകയാണ്. ഇനി എത്ര പറഞ്ഞാലും അത് അവസാനിക്കുകയില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് നമ്മുടെ ഭാഷയിൽ എം ടി വാസുദേവൻ നായർ നേടിയിട്ടുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ സാഹിത്യാസ്വാദകരുടെ സമൂഹം, വായനക്കാരുടെയും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സമൂഹം എം ടിയെ എങ്ങനെയെല്ലാം ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു മുഖമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത്. എം ടിയുടെ ശീർഷകങ്ങൾ തൻ്റേതായ വ്യത്യസ്തമായ കാലിഗ്രാഫി ശൈലികളിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയും അതൊരു പുസ്തക രൂപത്തിൽ ചിരസ്ഥായിയായി നമ്മുടെ വായനക്കാർക്ക് എന്നതിനേക്കാൾ കാഴ്ചക്കാർക്ക് സമർപ്പിക്കുകയാണ് ഭട്ടതിരി ചെയ്തത്. സാധാരണഗതിയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി വല്ല വിദേശ ഭാഷകളിലോ മറ്റോ ഉണ്ടോ എന്ന് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ വളരെ നിസ്തുലമായ, യുണീക്കായ, തുല്യതയില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഭട്ടതിരി ചെയ്തത്. അതിലൊരു വലിയ അർഹതയ്ക്കുള്ള അംഗീകാരം കൊടുക്കൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഭട്ടതിരി എന്ന കലാകാരൻ അതിനൊരു മാധ്യമമായി തീർന്നു എന്നേ ഉള്ളൂ. നമ്മുടെ കാലഘട്ടം എങ്ങനെയാണ് എം ടിയെ ആദരിക്കുന്നത്, തിരിച്ചറിയുന്നത് എന്നുള്ളതിൻ്റെ ഒരു മുഖമാണ്. ഞാനും ഭട്ടതിരിയൊക്കെ സമകാലികരും സമീപ പ്രദേശങ്ങളിൽ ജനിച്ച് വളർന്നവരും ഒരുമിച്ച് മുണ്ടുറങ്ങി താമസിച്ച് വളർന്നിട്ടുള്ളവരുമൊക്കെയാണ്. അപ്പോൾ അക്കാലത്തൊക്കെ ഞങ്ങൾ പരിചിതരായി തുടങ്ങിയ ആ 70കളിൽ എം ടിയെക്കുറിച്ചും അതുപോലെ പ്രമുഖരായ എഴുത്തുകാരെക്കുറിച്ചും കലാകാരന്മാരെക്കുറിച്ചുമൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നതായിരുന്നു കൂടിക്കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് ഭട്ടതിരി തിരുവനന്തപുരത്തേക്ക് ചിത്രകല പഠിക്കാൻ വന്നത്. സ്വന്തം നിലയിൽ അതിനുള്ള വഴി കണ്ടെത്തണം എന്നുള്ളതുകൊണ്ട് കലിഗ്രാഫിയുടെയും ഡിസൈനിങ്ങിൻ്റെയും ഒക്കെ സാധ്യതകൾ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിനുള്ള വഴി കണ്ടെത്തിയത്. അങ്ങനെയാണ് അദ്ദേഹം കലാകൗമുദിയിൽ കാലിഗ്രാഫിസ്റ്റായിട്ട് ചെയ്തത്. ആ ഇടയ്ക്ക് ഒരിക്കൽ കണ്ടപ്പോൾ എം ടി വലിയൊരു വൃത്താന്തമായിട്ട് പറഞ്ഞത് എം ടി കലാകൗമുദിയിൽ വന്ന കഥയാണ്. മാതൃഭൂമിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ എം ടി പിരിഞ്ഞതിന് ശേഷം മാതൃഭൂമി ദിനപത്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എം ടിയെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് മാനേജ്മെൻറ്റ് അങ്ങനെ ചെയ്തത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിയാണോ എന്നറിയില്ല. അപ്പോൾ എം ടി തിരുവനന്തപുരത്തേക്ക് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വന്നു കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഇവിടെ വരികയും ഒരു എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതല ആ ഘട്ടത്തിൽ വഹിച്ചില്ല. പിന്നീട് ഏതാണ്ട് 8 കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും തിരിച്ച് അദ്ദേഹം മാനേജ്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് എഡിറ്ററായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ എം ടി മാതൃഭൂമി വിട്ട സമയത്ത് ഏതാണ്ട് സജീവമായി തന്നെ എഴുത്തിലേക്കും തുടർന്ന് തിരക്കഥാരചനയിലേക്കും മാറി. ആ എഴുത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് ഇന്നും മലയാളത്തിലെ
ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്ന പുസ്തകമായ രണ്ടാമത്. അതിൻ്റെ കോപ്പി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഭട്ടതിരി എം ടിയുടെ രണ്ടാം മുഴം കലാകൗമുദിയിൽ സീരിയലൈസ് ചെയ്തപ്പോൾ കലാകൗമുദി വാരികയ്ക്ക് ഭാരതപ്പുഴയ്ക്ക് വടക്ക് അംഗീകാരം നേടിക്കൊടുത്ത സന്ദർഭം അതാണ്. 1,00,000-ലേറെ സർക്കുലേഷൻ എത്തിയ കാലം. അന്ന് ആ നോവൽ സീരിയലൈസ് ചെയ്യുമ്പോൾ നമ്പൂതിരിയുടെ വര എം ടിയുടെ നോവലും കൂടെയുള്ള ഒരു കോമ്പിനേഷന് ഒരു തിലകം പോലെ ഭട്ടതിരി എഴുതിയ രണ്ടാം മുഴം എന്ന ടൈറ്റിലുണ്ടായിരുന്നു. ദീർഘകാലം ആ നോവൽ ആ ശീർഷകത്തോടുകൂടിയാണ് പുസ്തക രൂപത്തിൽ അവതരിച്ചിരുന്നത്. ആദ്യം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. പിന്നീട് അത് തൃശ്ശൂർ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ചു. തൃശ്ശൂർ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച ആദ്യഘട്ടത്തിലും ഭട്ടതിരി എഴുതിയിരുന്ന ശീർഷകം തന്നെയായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ആ ശീർഷകം മാറ്റുകയും നമ്പൂതിരിയുടെ ആ രേഖാചിത്രം കവറിൽ നിന്ന് മാറുകയും ചെയ്തു. ഇപ്പോൾ കാണുന്ന ഒരു കൗതുകം, ഭട്ടതിരി പറയുകയായിരുന്നു, അന്നത്തെ ആ പഴയ ടൈറ്റിൽ, ഭട്ടതിരി എഴുതിയ ആ കാലിഗ്രാഫിയിലുള്ള ടൈറ്റിൽ വീണ്ടും വന്നല്ലോ എന്ന്. 67ാമത്തെ പതിപ്പാണ്. ഇപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന 5000 കോപ്പി അടിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഊഹം എത്ര കോപ്പി പോയിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ആദ്യഘട്ടത്തിൽ അത് കണ്ടിട്ടുള്ള ആളുകളെ, കലാകൗമുദിയിൽ അത് സീരിയലൈസ് ചെയ്ത സമയത്ത് കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ തോന്നാനിടയുള്ള ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ശീർഷകത്തോടു കൂടി അല്ലാതെ ഈ നോവലിന് പ്രസിദ്ധീകരിക്കപ്പെടാൻ ഉള്ള സാധ്യതയില്ല എന്നുള്ളത്. അത്രമാത്രം അതിൻ്റെ ഒരു സ്വഭാവവുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ശീർഷകമാണ് ഭട്ടതിരി രേഖപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഇടവേളയിൽ ഏതാണ്ട് 82 കാലത്തായിരിക്കണം എം ടി കലാകൗമുദിയിൽ വെറുതെ അവിടുത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെ കാണാൻ ചെന്ന കഥയാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഞാൻ എം ടിയെ ഞാൻ അപ്പോഴും കണ്ടിട്ടില്ല. പക്ഷേ ഭട്ടതിരി എം ടിയെ കണ്ട ഒരാളെന്നുള്ള നിലയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ ഉപ്പുകടലാസിൽ പതിഞ്ഞ പോലെ ഉണ്ട്. അതുവരെ ഈ ഫോട്ടോകളിലൊക്കെ കണ്ടിട്ടുള്ള എം ടി മുണ്ടെടുത്ത് നടക്കുന്ന, നേരെ പുറകോട്ട് മുടി ചീകി വെച്ചിട്ടുള്ള ഒരാളായിട്ടാണ്. 60കളുടെ അവസാനം 70കളിലൊക്കെ അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് വന്ന സമയത്ത് ഉള്ള ഫോട്ടോകളിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഈ വന്ന സമയത്തേക്കും എം ടി ആ ഒരു ആ ശൈലിയൊക്കെ, മുടി ചീകലിൻ്റെയും വേഷവിധാനത്തിൻ്റെയൊക്കെ ശൈലി മാറ്റിയിരിക്കുന്നു. മുടി ഇടതുവശത്തു നിന്ന് വകുത്ത് ചീകിയിരിക്കുന്നു. അതുപോലെ വലിയ കളങ്ങളുള്ള ചെക്ക് ഷർട്ട് ധരിച്ചിരിക്കുന്നു, പാൻറ് ഇട്ടിരിക്കുന്നു. ഇതൊക്കെ ഭട്ടതിരി വലിയ വിശേഷമായിട്ട് എന്നോട് പറഞ്ഞു. അന്ന് പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും മറക്കാതെ മനസ്സിലുണ്ട്, നല്ല ടിപ്പച്ചനായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഭട്ടതിരി പറഞ്ഞ് വേറൊരു വാക്കുണ്ട്, അതും ഈ അടുത്ത കാലത്ത് ഞാൻ ഉപയോഗിച്ച ഒരാളുണ്ട്. അത് ഭട്ടതിരിയുടെ ഒരു കൂട്ടുകാരൻ അന്ന് ഈ ബിഷമൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങളും കോളേജിലെ രാഷ്ട്രീയ പ്രവർത്തനവും അവിടുത്തെ സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി, സുഹൃത്തുക്കളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലൊക്കെ പോകുന്ന കാലം ചെന്നപ്പോൾ അമ്മയ്ക്കൊക്കെ അറിയാം, ഭട്ടതിരിയൊക്കെ അറിയാം. അപ്പോൾ അന്വേഷിച്ച് ചെന്ന കൂട്ടുകാരൻ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ സുഹൃത്തടിക്കാൻ പോയിരിക്കുക. എന്നുവെച്ചാൽ കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോയിരിക്കുകയാണെന്നുള്ളത്. അതൊരു വലിയ രസമുള്ള വാക്കായിട്ട് ഇങ്ങനെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ഭട്ടതിരിയെ കാണാൻ, എം ടിയെ കാണാനുള്ള യോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ടാം മുഴം പ്രസിദ്ധീകരണത്തിന് വരുന്നു. ഭട്ടതിരിയുടെ ശീർഷകം, ആ കാലിഗ്രാഫി വളരെയധികം മതിക്കപ്പെടുന്നു. നമ്പൂതിരിയുടെ രേഖാചിത്രങ്ങൾ പോലെ എം ടിയുടെ നോവൽ പോലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിട്ട് അത് മാറി. പിന്നെയും ഏതാണ്ട് ഒരു 7-8 വർഷം കഴിഞ്ഞാണ് എം ടിയെ നേരിട്ട് കാണാൻ എനിക്ക് ഒരു സന്ദർഭം ഉണ്ടായത്. പുള്ളിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വരുന്നത്.
അത് 100 വർഷം 100 കഥ എന്ന പുസ്തകം പുറത്തു വരുന്ന സന്ദർഭത്തിലാണ്. അത് കഴിഞ്ഞ് ചില സന്ദർഭങ്ങളിലൊക്കെ കോഴിക്കോട് പോയപ്പോൾ അദ്ദേഹത്തെ മാതൃഭൂമി ഓഫീസിൽ പോയി കണ്ടു. സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ ആളുകളെയൊന്നും പരിഗണിക്കുന്ന ഒരാളല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ എന്നോടൊരല്പം പരിഗണനയൊക്കെ കാണിച്ചിരുന്നു. അല്പം കൂടി സ്വാതന്ത്ര്യമായൊരു സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, അല്ല, പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെ സാറിനെ കാണാൻ വരുന്നവരോടൊക്കെ വളരെ കർശനമായിട്ടാണ് നിലപാട്, അത് സംസാരിക്കാനൊന്നും ഇരിക്കാറില്ല എന്നാണല്ലോ. പക്ഷേ എന്നോട് വളരെ കാര്യമായിട്ടൊക്കെ സംസാരിച്ചല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാനിവിടെ കുറച്ച് ജോലി ചെയ്യാനിരിക്കുകയാണ്. രാവിലെ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ പലതരം ആളുകൾ വരും. കാശ് പിരിക്കാൻ വരുന്നവരുണ്ട്. അത് ചില അരാജകവാദികളായിട്ട് സാഹിത്യാസ്വാദകരും പ്രവർത്തകരുമായിട്ട് നടക്കുന്ന ചില ആളുകൾ. ഇപ്പം അങ്ങനെയുള്ളവരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആളുകളെ കണ്ട് കാശ് പിരിച്ച് ജീവിക്കുന്ന, ആ കാശെല്ലാം ചെല്ലേണ്ടിടത്തേക്ക് ചെല്ലുന്ന ഒരു ജീവിത രീതി പുലർത്തിയിരുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വരും. പിന്നെ എന്തെങ്കിലും അച്ചടിക്കാൻ കൊണ്ടുവരുന്ന ഒരു നിലവാരമില്ലാത്ത സാധനങ്ങളുമായിട്ട് വരുന്ന ആളുകൾ വരും. വെറുതെ വർത്തമാനം പറഞ്ഞ് സമയം കൊല്ലാൻ വരുന്ന ആളുകൾ വരും. പിന്നെ ഒരു കാര്യമില്ലാതെ പ്രശംസിക്കാൻ വരുന്ന ആളുകൾ വരും. അതിന് അദ്ദേഹം ഒരു ഉദാഹരണവും പറഞ്ഞു. സാറിൻ്റെ മുറപ്പെണ്ണെന്നുള്ള നോവൽ ഞാൻ 7 പ്രാവശ്യം വായിച്ചു. ഇപ്പോൾ 8ാമത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MT മുറപ്പെണ്ണെന്നൊരു നോവൽ എഴുതിയിട്ടില്ല. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന ചെറുകഥയെ ആധാരമാക്കി മുറപ്പെണ്ണെന്നൊരു തിരക്കഥ എഴുതിയിട്ടുണ്ട്. അത് സിനിമയുമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെയൊക്കെ എൻ്റർടൈൻ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലിയൊന്നും നടക്കില്ല. അതുകൊണ്ട് കുറച്ച് കർശനമായിട്ട് ചിലപ്പോൾ പെരുമാറാറുണ്ട് എന്ന് പറഞ്ഞു. അന്നത്തെ ആ സംഭാഷണത്തിനിടയിൽ ഈ വർത്തമാനം പറഞ്ഞ് പിരിയുന്നതിന് മുമ്പാണ് ഇത് പറയുന്നത്. അതിനു മുമ്പ് സംസാരിച്ച കൂട്ടത്തിൽ സാഹചര്യവശാൽ ഭട്ടതിരിയെക്കുറിച്ച് സംസാരിക്കാനിടയായി. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരാണെന്നും നാട്ടുകാരാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഒരു അഭിമാനത്തോടുകൂടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ MT വളരെ ഗൗരവത്തിൽ ഭട്ടതിരിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അത് മൂപ്പര്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കുറച്ച് ബഹുമാനമുള്ള മുതിർന്ന ആളുകളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ശൈലിയാണല്ലോ മൂപ്പര്. അപ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി, ബഹുമാനം എന്ന് പറയുമ്പോൾ ആ ചെയ്യുന്ന ജോലിയിലുള്ള, ആ ചെയ്യുന്ന സംഭാവനകളിലുള്ള, ആ കാലിഗ്രാഫി എന്ന് പറയുന്ന കലയിലുള്ള ആ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് വലിയ മതിപ്പോടുകൂടി അദ്ദേഹം സംസാരിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ സിനിമാ പോസ്റ്ററുകളിലെ അക്ഷരങ്ങളെക്കുറിച്ചുമൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വളരെ മുതിർന്ന ആദരണീയരായ ആളുകളുടെ മനസ്സിൽ വളരെ കാര്യമായ ഒരു മുദ്ര തുടക്കത്തിൽ തന്നെ പതിക്കാൻ കഴിഞ്ഞ ഒരാളാണ് പട്ടൻ. ആ തരത്തിലുള്ള ഒരു അംഗീകാരം ഏതെങ്കിലും തരത്തിലുള്ള ബഹുമതികളോ അവാർഡുകളോ എന്നുള്ള അർത്ഥത്തിലല്ല. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ള ആദരവോടുകൂടിയ, അതിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു അംഗീകാരം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. അത് എത്രയൊക്കെ കൃത്രിമമായിട്ട് നിർമ്മിക്കാൻ നടന്നാലും സാധിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് തൻ്റെ സഹജമായ ആ കലാസിദ്ധിയെ മറ്റൊരു തരത്തിലും അതിനൊരു ഒരു ചിതറൽ ഉണ്ടാകാതെ പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി അതിൽ തന്നെ നിന്നുകൊണ്ട് അതിൽ സമർപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നേട്ടമാണ്. ഇപ്പോൾ ഭട്ടതിരി അനായാസം ഇങ്ങനെ എഴുതിപ്പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലിഗ്രാഫി എഴുതുന്നതിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ധാരാളം ഇപ്പോൾ കാണാനുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വളരെ അനായാസമാണ്. പക്ഷേ ഒരു രാ എന്നൊരക്ഷരം എഴുതുമ്പോൾ അരിയിൽ അക്ഷരം എഴുതി തുടങ്ങിയ കാലം മുതൽ ഇന്നോളമുള്ള കാലത്തെ ഒരു വലിയ സാധന അതിൻ്റെ പിന്നിൽ, ആ അക്ഷരവടുവിൻ്റെ രൂപപ്പെടലിൻ്റെ പിന്നിൽ ജന്മവാസനയെ കൂടുതൽ മൂർത്തമാക്കാൻ പാകത്തിൽ പ്രവർത്തിച്ച വലിയ ഒരു ആത്മസമർപ്പണത്തിൻ്റെ കഥ കൂടി അതിലുണ്ട്. വളരെ വൈകി മാത്രം ഈ പൊതുജനാംഗീകാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രത്നാകരൻ സൂചിപ്പിച്ച പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട
കാലിഗ്രാഫി ഫെസ്റ്റിവലിലൊക്കെ അംഗീകാരം കിട്ടുകയും ഇപ്പോൾ അതിൻ്റെ ഒരു ആഗോള അധ്യക്ഷൻ എന്നുള്ള ചുമതല അദ്ദേഹം വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഭട്ടതിരിയുടെ ഈ MDയുടെ ശീർഷകങ്ങൾ, വാസ്തവത്തിൽ MDയുടെ ശീർഷകങ്ങൾ എന്ന് പറയുമ്പോൾ MDയുടെ പ്രസിദ്ധമായ പുസ്തകങ്ങളുടെ ശീർഷകങ്ങൾ മാത്രമല്ല, കഥാസമാഹാരങ്ങളിലെ കഥകളുടെ ശീർഷകങ്ങൾ, ലേഖനങ്ങളുടെ ശീർഷകങ്ങൾ, ഇതൊക്കെ എടുത്ത് ഓരോന്നിനും അതിൻ്റെ ആ ഒറ്റ വായനയിൽ തന്നെ അതിൻ്റെ രൂപവടിവിനെ സംബന്ധിച്ചുള്ള ഒരു 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 മനസ്സിൽ നിന്ന് എന്തോ ഒന്ന് പൊട്ടിവിടരുന്നത് പോലെ ഒരു സങ്കല്പം രൂപപ്പെടുകയും അത് ആ ശീർഷകത്തിൻ്റെ കാലിഗ്രാഫി രചനയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയാണ്. വളരെ അനായാസം, വളരെ ചെറിയ കാലം കൊണ്ട് ചെയ്തു തീർത്തതാണ്. ചിലത് മാത്രമേ ഉള്ളൂ കുറച്ച് സമയമെടുത്ത് ചെയ്തത്, മറ്റൊക്കെ അല്ലാതെ ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് പുസ്തകങ്ങൾ സംഭരിച്ചു കൊടുക്കാനും ഒക്കെ ഞാനും കൂടി ഉത്സാഹിച്ചിരുന്നു. തന്നെയല്ല, ഓരോ പുസ്തകത്തിൻ്റെ താളിലെ ഓരോ ശീർഷകത്തിനും താഴെ ആ കഥയാണെങ്കിൽ കഥ, നോവലാണെങ്കിൽ നോവൽ, തിരക്കഥയാണെങ്കിൽ തിരക്കഥ, ലേഖനമാണെങ്കിൽ ലേഖനം, അതിൽ നിന്നുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ള 2 or 3 വാക്യങ്ങൾ, ചിലപ്പോൾ ദീർഘവാക്യങ്ങളാണല്ലോ ഒന്ന്, ആ വാക്യങ്ങൾ കൂടി എടുത്തു ചേർത്തിട്ടുണ്ട്. അത് സാധാരണ അച്ചടി രീതിയിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് MDയുടെ ശീർഷകങ്ങൾ എഴുതിക്കൊണ്ട് MD എന്ന് പറയുന്ന വലിയ എഴുത്തുകാരനെ ആദരിക്കാൻ നടത്തുന്ന ഒരു ശ്രമം മാത്രമല്ല, മറിച്ച് MDയുടെ സാഹിത്യത്തിലേക്ക് ഒരു കലാകാരൻ നടത്തുന്ന ഒരു പര്യടനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ അന്തർദൃഷ്ടിയിൽ തെളിഞ്ഞു വരുന്ന ചിലതിൻ്റെ പുനരാവിഷ്കാരം കൂടി ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MDയെക്കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മളിപ്പോൾ ഏതാണ്ട് 2 കൊല്ലത്തോളം ആകാറായി. കൂടുതൽ സജീവമായിട്ട് അദ്ദേഹത്തിൻ്റെ രചനകളും ജീവിതവും മലയാളത്തിൽ നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുകയും ചെയ്യും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.